നമ്മൾ ഖുറാനിക് പാർക്കിലാണ് എത്തിയേക്കുന്നത്. നമ്മൾ ഇതിനകത്ത് കയറാൻ വേണ്ടി പോകുന്നു. ഇത് 150 ഏക്കറുണ്ട്. പാർക്കിൽ കയറാനായിട്ട് ഫ്രീ ആണ് കേട്ടോ. വലിയൊരു പാർക്കാണ്. ഇത് കയറുമ്പം തന്നെ നല്ല വിശാലമായ ഒരു വാക്ക് വേ ആണ്. സൈക്കിൾ ഓടിക്കാനും എല്ലാം ഉള്ള സ്ഥലമാണ് കാണുന്നത്. ഇത് പാർക്ക് ചുറ്റിയുണ്ട്. പിന്നെ ഇവിടെ സൈഡിലായിട്ട് എക്സസൈസ് ചെയ്യാനുള്ളവർക്കുണ്ട്. പിന്നെ ഇതേണ്ട ഇഷ്ടം പോലെ ഇരിപ്പിടങ്ങളുണ്ട്. അവരവിടെ ഓൾറെഡി എക്സസൈസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. ഏതൻകുട്ടിനും ഇവക്കുട്ടി ഈസക്കുട്ടിയും കൂടെ ഇതാണ്ട് ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ചൂട്ടി പറഞ്ഞത്തേക്കാർ കുടുങ്ങിപ്പോയി, താഴെ ഇറങ്ങാൻ മേല. ഇത് നല്ല വീതിയുള്ള ട്രാക്കാണ് കേട്ടോ. സൈഡിൽ കൂടെ നടന്നു പോകാനുള്ള സിന്തറ്റിക് ട്രാക്കും ഉണ്ട്, അപ്പുറത്ത് സൈക്കിൾ ഓടിച്ച് പോകാനുള്ള ട്രാക്കും ഉണ്ട്. നല്ല വീതിയിൽ പാർക്കിന് ചുറ്റി ഇങ്ങനെ പോകുന്നു. നമ്മൾ പിന്നെ എൻട്രൻസ് ഗേറ്റ് 2-ലാണ് നമ്മൾ കയറിയത്. അപ്പോൾ കയറുന്ന വടന്നെ ആ ഒരു കേവിൻ്റെ ഇതാണ് കാണുന്നത്. നമ്മൾ കേവിലേക്ക് കയറാനുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് കയറി നോക്കണം. ടിക്കറ്റ് കേവിലേക്ക് കയറാനുള്ളതിനും 5 ദിർഹംസ് വീതമാണ് ഒരാൾക്ക്. 2 വയസ്സിന് മുകളിലേക്കുള്ള എല്ലാവർക്കും സെയിം ടിക്കറ്റ് റേറ്റ് ആണ്. പാർക്കിൻ്റെ ടൈമിങ് രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെയാണ്. പിന്നെ ഈ ഗ്ലാസ് ഹൗസിൻ്റെതും ഈ കേവിൻ്റെതും ടൈമിങ് രാവിലെ 9 മണി മുതൽ രാത്രി 8:30 വരെയാണ്. 3 പേര് കൂടി ഒരെണ്ണത്തിൽ ഇതാണ്ട് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നോക്കി തറ വാക്ക് ചെയ്യുന്ന സ്ഥലമൊക്കെ. പക്ഷെ ഇന്റർലോക്ക് ഇട്ടേക്കുന്നല്ലേ. ഈന്തപ്പനൊക്കെ ചെറുതായിട്ട് കായ്ക്കാൻ തുടങ്ങി കേട്ടോ. ഉണ്ടോ? അതാണ്ട് പറിച്ചു തിന്നാനൊന്നും ആയില്ലല്ലോ. നമ്മുടെ ബാക്കിൽ നമുക്ക് കേവിലേക്ക് കയറാനുള്ള ആൾക്കാരുടെ ക്യൂ ആ കാണുന്നത് കേട്ടോ. ടിക്കറ്റ് നമ്മൾ ഗേറ്റിൽ നിന്ന് എടുത്തു. അല്ലെങ്കിൽ എടുക്കാതെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പുറകെ കാണുന്ന ചെറിയ കിയോസ്കിൽ നിന്ന് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. നമ്മൾ അവിടെ ക്യൂ നിൽക്കാൻ പോയതായിരുന്നു. എന്നിട്ട് പിന്നെ വേണ്ടെന്ന് വെച്ചു. കാരണം ഇപ്പോൾ അവിടെ അറബിക്കാണ്. അറബിക്ക് കഴിഞ്ഞതിന് ശേഷം ഹിന്ദി കഴിഞ്ഞിട്ടാണ് ഇംഗ്ലീഷ്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൻ്റെ സമയത്ത് കയറാമെന്ന് ഓർത്തു. അപ്പോൾ 10-20 മിനിറ്റ് പിടിക്കും. ആ സമയം കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കാണാമെന്ന് ഓർത്ത് നമ്മൾ ആ ക്യൂ നിന്ന് പുറത്തേക്ക് കടന്നത്. ഇപ്പോൾ ഈ ചെടി ഇങ്ങനെ വെച്ചേക്കണം. നോക്കിക്കേ, വേലിയൊക്കെ വെച്ചേക്കണം. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഈ പിന്നെ ഒരു പറമ്പ് ഒരാളുടെ സ്ഥലത്തു നിന്ന് അടുത്ത ആളുടെ സ്ഥലത്തിന് തിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ കൊന്നയൊക്കെ വെക്കുമായിരുന്നു എന്ന് പറഞ്ഞ പോലെ അതിന് പകരം വെച്ചേക്കുന്ന ഇത് കൊന്നച്ചെടി, ചെമ്പരത്തി ചെടി, ഇതൊക്കെയായിരുന്നു നമ്മൾ അതിര് തിരിക്കാൻ വേണ്ടി വെച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ ഇന്നത്തെ കാലത്തെ പോലെ ഇങ്ങനെ മതിൽ കെട്ടി തിരിക്കുന്ന പരിപാടി ഇല്ലായിരുന്നു. അതിനേക്കാളും കൂടുതൽ ഇങ്ങനത്തെ ചെടികൾ വെച്ചായിരുന്നു. ഇങ്ങനെ നീളത്തിൽ വെച്ചായിരുന്നു നമ്മൾ തിരിച്ചുകൊണ്ടിരുന്നത്. ഓരോരുത്തരുടെ സ്ഥലം ഇന്നവരെ ഇന്ന ആളുടെ അടുത്ത ആളുടെ അങ്ങനെ. ഇപ്പോഴല്ലേ എല്ലാവരും മതിൽ കെട്ടി ഗേറ്റും വെച്ച് വീട് അതിൻ്റെ ഉള്ളിലായി അങ്ങനെയൊക്കെ തിരിക്കാൻ തുടങ്ങിയത്. പണ്ട് കാലത്ത് ഇങ്ങനെയായിരുന്നു. അതിപ്പോൾ ഓർമ്മ വന്നു ഇത് കണ്ടപ്പോൾ. ഇതെന്തോ ഒരു ചെടിയാട്ടോ, ഒരു മഞ്ഞ കളർ പൂ വിരിയുന്ന ചെടി. ഇതൊക്കെ ഇഷ്ടംപോലെ ചെടികളൊക്കെയാണിപ്പോൾ. നമുക്കിനി മോസസ് ലേക്കിലേക്ക് പോയാലോ? അതല്ലേ നമ്മൾ പിന്നെ ഖുറാനിലും ബൈബിളിലൊക്കെ പറഞ്ഞേക്കുന്നേ. ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരുന്നു. അപ്പോൾ അവരെ അവിടെ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് മോശ പ്രവാചകൻ പോയി. അപ്പോൾ മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽക്കാരിങ്ങനെ രക്ഷപ്പെട്ട് ഇങ്ങനെ വരുമായിരുന്നു. കാനാൻ ദേശത്തേക്ക് അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുക ദൈവം. അപ്പോൾ അവരിങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഈ ഈജിപ്തുകാർ ഫറവേഡ് സൈന്യം അവരെ പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ കറക്റ്റ് ചെങ്കടൽ മുറിച്ച് കടന്നിട്ട് വേണം അവർക്ക് പോകാൻ. അപ്പോൾ അവർ ചെങ്കടലിൻ്റെ മുന്നിൽ വന്നപ്പോൾ നോക്കുമ്പോൾ അവർ പുറകിലെത്തി പിടിക്കാൻ. അപ്പോൾ എന്ത് ചെയ്തു? മോശ കയ്യിലുള്ള വടി ഇങ്ങനെ ഉയർത്തി കാണിച്ചപ്പം ചെങ്കടൽ 2ആയിട്ട് പിളർന്നിട്ട് ഇവർക്ക് രക്ഷപ്പെട്ടു പോകാനായിട്ടുള്ള ഒരു പാത തുറന്നു വന്നു. ഒരു റോഡ് വന്നു. എന്നിട്ട് അവർ അതിലേക്കൂടെ രക്ഷപ്പെട്ട് പുറത്തേക്ക് കടന്നു. എന്നിട്ട് ഫറവേഡ് സൈന്യം വന്നപ്പോഴത്തേന് ആ പാത പിന്നെയും ബാക്ക് കടലായി മാറി. അപ്പോൾ അത് ഖുറാനിലും ഉണ്ട്, ബൈബിളിലും ഉണ്ട്. നമുക്കും അപ്പൊ ചെങ്കടലിനെ മുറിച്ച് കടന്നു പോയാലോ അല്ലേ?
കാണിച്ചപ്പോ നടുക്കുള്ള എല്ലാ വെള്ളം വാട്ടർ ഫൗണ്ടനിൽ കൂടെ ചീറ്റി പോയായിരുന്നു. ഇല്ല, അത് ഇപ്പോഴത്തെ പരിഷ്കാരത്തിൽ നമ്മൾ വെക്കുന്നത്. അന്നങ്ങനെയില്ല, നടുക്കത്തെ വെള്ളം കടലല്ലേ. ഞാനവിടുത്തെ നടുക്കത്തെ വെള്ളം എല്ലാം ഒരു ഈ വാട്ടർ ഫൗണ്ടനിൽ കൂടെ ഇങ്ങനെ തെറിച്ചു വരുന്നു. നിനക്കപ്പൊ എന്നൊക്കെ വിചാരിക്കാൻ വരാത്തെ. ആണ്ട് അവര് കളർ ഇടുന്നുണ്ട് ഇപ്പൊ, പക്ഷെ സന്ധ്യ ആകാത്തോണ്ട് അത്ര മനസ്സിലാവുന്നില്ല. ബ്ലൂ കളറൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ ചെങ്കടൽ മുറിച്ച് കടന്ന് അപ്പുറത്തെത്താറായി. നമ്മുടെ പുറകെ ഈജിപ്ഷ്യൻ സൈന്യം ഉണ്ട് കേട്ടോ. അവരിപ്പം അങ്ങ് മൂടിപ്പോകും നമ്മൾ വന്നിട്ട്. ഇപ്പം നമ്മൾ അപ്പുറം എത്തിക്കഴിയുമ്പോഴത്തേക്കും കടൽ തിരിച്ച് വീണ്ടും പഴയ പോലെ തന്നെ ആവും. എന്നിട്ട് ഈജിപ്ഷ്യൻ ആർമി മൊത്തം വെള്ളത്തിലാവും. നല്ല ഇമാജിനേഷൻ ഉണ്ടല്ലോ. അതാണ്. നമ്മൾ മോസസ് ലേക്കും കണ്ടു കഴിഞ്ഞു. പാർക്കിൻ്റെ കുറച്ച് ഭാഗങ്ങളിൽ നമ്മൾ പോയി. ഇനി ഏകദേശം 20 മിനിറ്റ് ആയി. ഇനി നമുക്ക് കേവ് കാണാൻ വേണ്ടിയിട്ട് പോവാം. ആ സമയമായിട്ടുണ്ട്. ഇംഗ്ലീഷിൻ്റെ ടൈം മിക്കവാറും ഇപ്പോൾ ആയി കാണും. ഇതാണ് കേവ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട് ഇംഗ്ലീഷിനും. ഏതായാലും കയറി നോക്കാം. കേവിൽ കയറുമ്പം തന്നെ അവർ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ തരുന്നുണ്ട്. നമുക്ക് കേവിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കാനൊക്കെയുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ അവർ തരുന്ന ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തൊരു പ്ലേസിലേക്ക് പോകും. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് ഉള്ള ഒരു സ്റ്റോറി പോലെയാണ്. ഇതെല്ലാം നമ്മൾ ഈ ഖുറാനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ആ കാര്യത്തെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ അവർ നമുക്കൊരു പ്രൊജക്ടർ വെച്ചിട്ട് അതിൽ കാണിക്കും. നമുക്ക് ഇരുന്ന് കാണാൻ പറ്റും. അതിനുശേഷം അടുത്തടുത്ത സ്ഥലങ്ങളിലേക്ക് പോകും. അവിടെയെല്ലാം ഇങ്ങനെ പ്രൊജക്ടർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഭിത്തിയിൽ കാണിക്കുന്നുണ്ട് ഏത് സ്ഥലമാണ് നമ്മൾ കാണുന്നതെന്ന് അങ്ങനെയുള്ളതിൽ. അങ്ങനെ നമ്മൾ കേവിൽ കയറിയിട്ട് ഇറങ്ങി. നല്ല തിരക്കായിരുന്നു കേവിൽ കയറാനായിട്ട്. ലോങ് ക്യൂ ആയിരുന്നു. പിന്നെ സന്ധ്യയായിപ്പോയി. കയറുമ്പോഴത്തേക്ക് കയറി നമ്മൾ ഇറങ്ങി. ഇപ്പോൾ എക്സിറ്റിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ തരും. പിന്നെ അതിനുശേഷം ഖുറാനിലെ വിവിധ ഭാഗങ്ങളെക്കുറിച്ചുള്ള ചെറിയ ചെറിയ സ്റ്റോറികളായിട്ടാണ് നമ്മളെ കാണിക്കുന്നത്. ഓരോരോ സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുന്നു. ഓരോ സ്റ്റോറി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. പ്രൊജക്ടറിൽ നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം വലിയ സ്ക്രീനാണ്. ഇരിക്കാനുള്ള സ്പേസും അവിടെയുണ്ട്. അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് കണ്ട് പിന്നെ നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ നിന്നൊരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറിയെ അനുബന്ധിച്ചുള്ള കാര്യങ്ങൾ ഭിത്തിയിൽ കാണിച്ചിട്ടുണ്ട്. നല്ലൊരു കേവാണ്. ഫസ്റ്റ് ടൈം വരുന്നവർക്കൊക്കെ ഒരു പ്രാവശ്യമൊക്കെ കാണാൻ നല്ല ഇതാണ് കേട്ടോ. ഒത്തിരി കാണാനില്ല, എന്നാലും കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങൾ വെച്ചിട്ട് അവർ അങ്ങനെ ഓരോരോ സ്റ്റോറി ഒരു 3-4 സ്പേസിൽ കാണിക്കുന്നുണ്ട്. അതേക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഇംഗ്ലീഷിലും പിന്നെ അറബിക്കിലും ഹിന്ദിയിലും ഒക്കെ ഉണ്ട്. നമ്മൾ കയറിയത് ഇംഗ്ലീഷിലായിരുന്നു.
പുറത്ത് നോക്ക്, ഈ ചെടികളെല്ലാം ഈ മരങ്ങളിലൊക്കെ പൂക്കളൊക്കെ ഉണ്ട്, അതുകൊണ്ട് കാണാൻ നല്ലൊരു രസമുണ്ട് കേട്ടോ. ഈ പർപ്പിൾ കളർ ലൈറ്റ് ഇതിങ്ങനെ കൊടുത്തിട്ടുണ്ട്, അത് അതിൽ നിന്ന് അങ്ങോട്ടേക്ക് അടിക്കുമ്പോൾ അവിടെ ലൈറ്റ് പർപ്പിളായിട്ട് നല്ല അടിപൊളിയായിട്ട് കാണുന്നുണ്ട് രാത്രിയിൽ. അപ്പോൾ ദൂരേന്ന് നോക്കുമ്പോൾ തന്നെ പാർക്കിൻ്റെ എവിടെയാണ് കേവെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഗുഡ് നൈറ്റ്.